ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മുടെ വീഡിയോ രസകാളൻ തയ്യാറാക്കുന്നതാണ് കേട്ടോ. രസകാളൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും അതുപോലെ കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. അതിൻ്റെയും പകുതി മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും വറ്റൽമുളക് ചതച്ചതും ഒരൽപ്പം ഉലുവ പൊടിച്ചതും പിന്നെ ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ ഒരളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒത്തിരി പുളിയില്ലാത്ത നന്നായിട്ട് ഉടച്ചെടുത്ത തൈരാണ്. ഇനി ഇതിലേക്ക് ഇത് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ അരിയും കുരുമുളകും കൂടി ഒന്ന് വറുത്തെടുത്തതും ഒരൽപ്പം ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരപ്പ് തയ്യാറാക്കിയ സമയത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളകാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത്. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകണ്ട, ഈ ഒരു പാകത്തിന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് ഒത്തിരി പുളിയുടെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പാകം നോക്കി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ പാകമായി വന്നോളും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളകും വേപ്പിലയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുമാത്രമല്ല മധുരത്തിനായിട്ട് ഒരൽപ്പം ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ രസകാളൻ തയ്യാറായിട്ടുണ്ട്. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.